ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കോർഡിനേറ്റ്, എന്താണ് കാർട്ടീഷ്യൻ പ്ലെയിൻ, അത് ക്വാഡ്രൻ്റ് എന്താണെന്ന് വരെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. സോ അതനുസരിച്ചുള്ള പ്രോബ്ലംസിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പ്ലോട്ട് ദി 4 points A 4 3, B -2 5, C -4 -1 and D 3 -4 on the Cartesian plane. കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഈ 4 പോയിന്റ്സും പ്ലോട്ട് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റേറ്റ് ദി ക്വാഡ്രൻറ്റ് ഈച്ച് പോയിന്റ് ലൈസ് ഇൻ. ഓരോ പോയിന്റ്സും ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ഇഫ് എ പോയിന്റ് E 0 -6 ഓൺ വിച്ച് ആക്സിസ് ഡസ് ഇറ്റ് ലൈ. E എന്നൊരു പോയിന്റ്, അതായത് 0 -6 എന്ന പോയിന്റ് ഏത് ആക്സിസിലാണ് ലൈ ചെയ്യുന്നതെന്ന് കണ്ടെത്തണം. ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. ഫസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് പേപ്പറിൽ നമുക്ക് ഈ പോയിന്റ്സ് അങ്ങ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇവിടെ കോർഡിനേറ്റ്സും പോയിന്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എ എന്ന കോർഡിനേറ്റ്, അതായത് എ എന്ന പോയിന്റ് 4 3 ആണ്. നമുക്കിവിടെ എക്സ് ആക്സിസിലെ 4 എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ എക്സ് ആക്സിസിലെ 4. അപ്പോൾ എക്സ് ആക്സിസിലെ 4ൽ നിന്ന് ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ ടോപ്പിലോട്ട് മേലോട്ട് വരയ്ക്കുകയാണ്. ഏതുവരെ? നമുക്ക് വൈ ആക്സിസിലെ പോയിന്റ് 3 ആണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ 4 3 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ ആണോ? അപ്പോൾ ഈ 2 പോയിന്റ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വന്ന ഈ 2 പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? 4 3 എന്ന് പറയാം. നമ്മുടെ ബി എന്ന പോയിന്റ് എന്ന് പറയുന്നത് -2 5. -2 നമ്മുടെ എക്സ് ആക്സിസിലെ -2ഉം വൈ ആക്സിസിലെ 5ഉം ആണ്. -2ൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ മേലോട്ട് വരയ്ക്കുകയാണ്. അതുപോലെ 5ൽ നിന്ന് ഞാൻ ലൈൻ വരച്ചു, ഡോട്ടഡ് ലൈൻ കൊടുത്തു. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ 2 ലൈൻസും വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് നമ്മുടെ ബി എന്ന പോയിന്റ്. ബി എന്ന് പറയുന്നത് -2 5. നെക്സ്റ്റ് -4 -1. എക്സ് ആക്സിസ് -4 ആണ്, വൈ ആക്സിസ് -1 ആണ്. -4ൽ നിന്ന് -1ഉം ഞാൻ എന്ത് ചെയ്തു, വരച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് സി എന്ന പോയിന്റ്, -4 -1. ആൻഡ് അറ്റ് ലാസ്റ്റ് ഡി എന്ന പോയിന്റ് എക്സ് ആക്സിസ് 3ഉം വൈ ആക്സിസ് -4 ആണ്. അപ്പോൾ എക്സ് ആക്സിസ് 3ൽ നിന്ന് ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. 4ൽ നിന്നും 2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് നമ്മുടെ ഡി എന്ന പോയിന്റ്, 3 -4. നമ്മളിവിടെ ഗ്രാഫിൽ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓരോ പോയിന്റ്സ് ഏതൊക്കെ ക്വാഡ്രൻ്റ് ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, എ എന്ന പോയിന്റ് 4 3 ആണ്. എ എന്ന പോയിന്റ് നമ്മുടെ ഗ്രാഫിൽ ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? ഗ്രാഫിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണല്ലേ. അപ്പം ക്വാഡ്രൻറ്റ് 1 ആണ് എന്തെന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ബി എന്ന പോയിന്റ് -2 5 ആണ്. ബി എന്ന പോയിന്റ് വരുന്നത് എവിടെയാണ്? ക്വാഡ്രൻറ്റ് 2ലാണ് ബി എന്ന പോയിന്റ് വരുന്നത്. ആൻഡ് സി എന്ന പോയിന്റ് -4 -1. -4 -1 വരുന്നത് എവിടെയാണ്? നമുക്ക് ക്വാഡ്രൻറ്റ് 3ലാണ് വരുന്നത്. ആൻഡ് ഡി എന്ന പോയിന്റ് 3 -4, ദാറ്റ് ഈസ് ദ ക്വാഡ്രൻറ്റ് 4. നമുക്ക് 4 ക്വാഡ്രൻറ്റ്സിലായിട്ടാണ് നമുക്ക് ഈ പോയിന്റ്സ് കിട്ടിയത് അല്ലേ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നെക്സ്റ്റ് പോയിന്റ് തന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്ന പോയിന്റ് 0 -6 ആണ് അല്ലേ. 0 -6 ആയിട്ടുള്ള ഈ പോയിന്റ് ഏത് ആക്സിസിലായിരിക്കും ലൈ ചെയ്യുക? 0 -6 എന്ന് പറയുമ്പോൾ 0 -6 നമുക്ക് ഏത് പോയിന്റിലായിരിക്കും വരിക, അതായത് ഏത് ആക്സിസിലാണെന്നാണ്. 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ 0യും -6 വരുന്നത് വൈ ആക്സിസിലാണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് വരുന്നത് എവിടെയായിരിക്കും? ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അതായത് ഇ എന്ന പോയിന്റ് ഇവിടെ 0 -6 നെഗറ്റീവ് വൈ ആക്സിസിലായിരിക്കും നമുക്ക് 0 -6 എന്ന പോയിന്റ് ലൈ ചെയ്യുന്നത്. അതായത് വൈ ആക്സിസിലായിരിക്കും. നമുക്ക് കോർഡിനേറ്റ്സ് തന്നിരുന്നാൽ അതെങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുന്നതും അതിൽ നിന്ന് ഓരോ ക്വാഡ്രൻറ്റ്സ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. ദെൻ ഈ 0 -6, 0 എക്സ് ആക്സിസ് 0യും വൈ ആക്സിസിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? വൈ കോർഡിനേറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് വൈ ആക്സിസിലായിരിക്കും. അതേസമയം എക്സ് ആക്സിസിൽ പോയിന്റ് ഉണ്ട്, 0 വൈ ആക്സിസിലും ആണെങ്കിൽ, വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് ലൈ ചെയ്യുന്നത് എക്സ് ആക്സിസിലായിരിക്കും. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതൊരു സ്മോൾ ടോപ്പിക്കാണ്. ക്വാഡ്രൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെന്നാണ് നോക്കിയത്.